ഇന്ന് നമ്മൾ നെയ്ച്ചോറും അതിൻ്റെ കൂടെ നല്ല എരിവിൽ വരട്ടിയെടുത്ത ചിക്കനും, അതായത് ചിക്കൻ സുക്ക, ഇത് രണ്ടിൻ്റെ റെസിപ്പിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ പരിപ്പ് കറിയും പുളിങ്കറിയും പപ്പടമൊക്കെ ചേർത്ത് കഴിക്കുമ്പോൾ ശരിക്കും നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാൻ അല്ലേ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 കിലോ കറി കട്ടായിട്ട് ചിക്കൻ വാങ്ങിയിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടുന്ന സവാളയും ചെറിയ ഉള്ളി വേണം ഇതിലേക്ക്, അതും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞെടുക്കണം കേട്ടോ. ഇതിപ്പോൾ നെയ്ച്ചോറിനും കൂടിയിട്ടുള്ള സവാള തൊലി കളഞ്ഞെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കനിലേക്ക് കുറച്ച് മസാല അരച്ച് പുരട്ടാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 ടേബിൾ സ്പൂണ് ഇടിച്ച മുളക്, ഇതെല്ലാന്നുണ്ടെങ്കിൽ ഒരു 3-4 ഉണക്കമുളക് ഇട്ടാലും മതി കേട്ടോ, പൊടിക്കണം എന്നില്ല. അപ്പോൾ ഇട്ടതിന് ശേഷം 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ നിറയെ വേണമെന്നില്ല കേട്ടോ, ഒരു എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണ് ചെറിയ ജീരകവും 1/2 ടീസ്പൂണ് വലിയ ജീരകവും പെരുംജീരകവും ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 ജീരകവും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു പീസ് ഇഞ്ചിയും അല്പം വെളുത്തുള്ളിയും ചേർക്കണം. ഞാനിപ്പോൾ അരച്ചത് കൊണ്ട് 1 ടേബിൾ സ്പൂൺ കണക്കാക്കി ഇടുന്നുണ്ട്. അരക്കേണ്ട ആവശ്യമില്ല, ഇതിലേക്ക് ഇടുമ്പോൾ നമ്മൾ ഓൾറെഡി അരക്കാൻ പോകുന്നതല്ലേ. പിന്നെ അല്പം കറിവേപ്പിലയും മല്ലിയിലൊക്കെ ഇട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. മസാല നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 1 കൈപ്പിടി ചെറിയ ഉള്ളി തൊലി കളഞ്ഞത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളി അധികം അരയേണ്ട ആവശ്യമില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി അരച്ച മസാല നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നല്ലോണം തന്നെ തേച്ച് പിടിപ്പിക്കുക. അതിലേക്ക് പാകത്തിന് ഉപ്പും ചേർക്കണം, ഉപ്പ് കൂടിപ്പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇതുപോലെ നമ്മൾ മസാല പുരട്ടിയിട്ട് ഉണ്ടാക്കുമ്പോൾ കഴിക്കാൻ നല്ല പ്രത്യേക രുചിയായിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് സമയം വെക്കുന്നുള്ളൂ, അധികം സമയം വെച്ചാൽ കൂടുതൽ നല്ല ടേസ്റ്റായി വരും. അത് ഞാൻ ഒരു പാത്രത്തിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ രസം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കണക്കാക്കി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മരിഞ്ഞ് വരുമ്പോൾ കുറച്ച് 1 കൈപ്പിടിയും കൂടെ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ 2 സവാള ചെറുതായി അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ ബേ ലീഫ് ഉണ്ടെങ്കിൽ 2 ഇട്ട് കൊടുക്കുക, 2 പട്ടയും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ടിട്ട് ഉള്ളി നല്ലോണം തന്നെ വഴറ്റിയെടുക്കുക. ശരിക്കും ഇത് ഗ്രേവി ഇല്ലാത്തൊരു കറിയാണ് കേട്ടോ, ഗ്രേവി ഉണ്ടാവില്ല ഇതിന്, ഡ്രൈ ആയിട്ടുള്ളതാണ്. അപ്പോൾ നെയ്ച്ചോറിന് സാധാരണ നമ്മൾ ഗ്രേവി ഉണ്ടാക്കാറുണ്ടല്ലോ, ഇത് കുറച്ച് വെറൈറ്റി ആയിട്ട്, ഇത് സാധാ ചോറിനും കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ ഉള്ളി നന്നായിട്ട് വഴന്നു വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല, മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് 2 ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ നമ്മൾ ഇടിച്ച മുളകല്ല ഇട്ടത്. അപ്പോൾ ഇതിലേക്ക് മുളക് പൊടി ഇടുന്നുണ്ട്, പിന്നെ കുറച്ച് കറി മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ ടീസ്പൂൺ കണക്കാക്കി ഇട്ടാൽ മതി, നമ്മൾ പട്ടയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. നീ കാശ്മീരി മുളക് പൊടി ഇടുകയാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ കളർ കിട്ടും ഇതിന്. പിന്നെ 2 തക്കാളി അരിഞ്ഞതും എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ അത്യാവശ്യം എരിവുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലിട്ടിട്ട്, പിന്നെ തീരെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, ഡ്രൈ ആയിട്ടുള്ളതല്ലേ. അപ്പോൾ ഇതിലേക്ക് ഈ തക്കാളിയിലുള്ള വെള്ളമൊക്കെ വരും. അപ്പോൾ കുറച്ച് സമയം ഇതൊന്ന് കുറച്ച് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ആവി വരുമ്പോൾ ചെറിയ തീയിലിട്ടിട്ട് അടച്ചു വെച്ച് വേവിച്ചാൽ മതി. വളരെ ചെറിയ തീയിലിട്ട് സമയം എടുത്ത് വേവേണ്ട ഒരു ചിക്കനാണിത്. ചെറിയ തീയിൽ ചിക്കനാകുമ്പോൾ പെട്ടെന്ന് വെന്ത് വരുമല്ലോ. അപ്പോൾ വെന്ത് തിളച്ച് വരുമ്പോൾ കണ്ട കുറച്ച് ഇതിലേക്ക് വെള്ളം തന്നെ വരും. ഇനി ഇത് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് കുക്കറിൽ ചോറ് ഉണ്ടാക്കാം. അപ്പം ഞാൻ ആദ്യം കുക്കറിൽ 1 സവാളയും അല്പം അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് മൊരിയിച്ച്. അപ്പം അതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ട് ഞാൻ ഈ മസാലകൾ, ഗരം മസാലകൾ നമുക്കറിയാലോ ഈ നെയ്ച്ചോറിന് ഉണ്ടാക്കുന്ന, അതെല്ലാം ഒന്ന് വഴറ്റിയതിന് ശേഷം 1 സവാളയും കൂടി ഇട്ട് ഇതിലേക്ക് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് ചോറുണ്ടാക്കാമല്ലോ. ഇപ്പോൾ തിളച്ച വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ പച്ചവെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അളവൊക്കെ ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ 2 കപ്പ് അരിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനൊരു 3.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് നെയ്യും പാകത്തിന് ഉപ്പും ഇട്ടിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പം നെയ്യൊക്കെ നമ്മൾ പാകത്തിന് ഇട്ട് കൊടുക്കുക. നെയ്യൊക്കെ ചേർത്താൽ അതിൽ നെയ്ച്ചോറ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന അരി ഒന്ന് കഴുകി 2-3 പ്രാവശ്യം ഒന്ന് കഴുകി ഒന്ന് വെള്ളം അരിച്ച് വെക്കുന്നുണ്ട്. അപ്പോഴത്തേനും വെള്ളം തിളച്ചും വന്നിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ മൂടിയിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണത്. നല്ല കുക്കർ ഹൈ ഫ്ലെയിമിലിട്ട് 1 വിസിലടിക്കുമ്പോൾ നമ്മൾ അപ്പോൾ തന്നെ അത് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ കുക്കർ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇത് വിസിൽ വരട്ടെ. ആ സമയം കൊണ്ട് ചിക്കൻ എന്തായി നോക്കാം. ഇപ്പോൾ ചിക്കൻ കണ്ടോ, ഒന്ന് വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. ചെറിയ തീയിലാവുമ്പോൾ നന്നായിട്ട് തന്നെ മസാലയൊക്കെ പിടിച്ച് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പം നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ കുറച്ച് പരിപ്പ് കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നെയ്ച്ചോറും ഇറച്ചിയും പരിപ്പ് കറി നല്ല കോമ്പിനേഷനാണ്.
ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടിച്ചു. അതിൽ ഞാൻ കുറച്ച് വിസിൽ 2-3 വിസിൽ കളഞ്ഞു. ഇപ്പം നോക്കിയപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ കണ്ടോ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ കുക്കറിൽ ചോറ് വെച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു കാസറോളിലേക്ക് മാറ്റുന്നതാണ് നല്ലത് കേട്ടോ, എല്ലാം മിക്സ് ചെയ്തിട്ട്. അപ്പോൾ ഒരു ഇരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നല്ല വെതറി കിടക്കുന്ന ചോറായി കിട്ടും. അപ്പോൾ നമ്മളെ ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ചിക്കനും റെഡി ആയിട്ടുണ്ട് കണ്ടോ, വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഉണ്ടാക്കിയതാട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കിയതിന് ശേഷം ഉമ്മയുടെ ഹെൽപ്പർക്ക് ഉള്ള പാർസൽ പൊതിഞ്ഞു കൊടുക്കണം. എൻ്റെ ഹസ്ബൻഡ് വീട്ടിലുണ്ട്, അപ്പോൾ അതിന് കൊടുത്തു വിടുകയാണ്. അപ്പം അതിന് ശേഷം ഞാൻ വാഴയിലയിലാണ് ഇപ്പോൾ ഇതൊന്ന് വിളമ്പിയത് കേട്ടോ. വാഴയില ഇവിടെ ഒരുപാടുണ്ടല്ലോ, അപ്പോൾ വാഴയിലയിൽ ചൂടുള്ള ചോറ് ഇട്ട് കഴിക്കുമ്പോൾ നല്ലൊരു രുചിയല്ലേ. അതിൻ്റെ കൂടെ ഈ നല്ല മസാല വരണ്ട ചിക്കനും പരിപ്പ് കറിയും പുളിങ്കറിയും പപ്പടമൊക്കെ ചേർത്ത് കഴിക്കുമ്പോൾ ഒരു രുചി വേറെ തന്നെയാണല്ലേ. അപ്പോൾ ഇതിനിടയിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഈ രീതിയിൽ നിങ്ങൾ ഇതുവരെ ഈ ചിക്കൻ ഉണ്ടാക്കി നോക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം. ഇനി പുതിയ റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.